മാഡം, നിങ്ങളുടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്താ തരാനൊരു മടി? സർ, ഐ എം മിഥുൻ നന്ദൻ, നന്ദൻ കൺസ്ട്രക്ഷൻസിന്റെ ചെയർമാനാ. അവൾ എൻ്റെ വൈഫാണ്. സോറി സർ, ഇത് ചെറിയൊരു കംപ്ലൈന്റ് അല്ല, വളരെ സീരിയസാ. എതിരെ നിൽക്കുന്നത് ആരാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തേ പറ്റൂ. അതുകൊണ്ടല്ല സർ, ഞാൻ മിഥുനേട്ടാ, അവരവരുടെ ജോലി ചെയ്തിട്ട് പോട്ടെ. മേഘനെ, ഇപ്പൊ നിന്റെ ബാഗിൽ നിന്ന് കിട്ടുന്ന ഡ്രഗ്സ് നന്ദൻ കുടുംബത്തെ മൊത്തം പെരുവഴി ആധാരമാക്കും. മീഡിയ പൊളിച്ചടുക്കുമ്പോ നിക്കക്കള്ളിയില്ലാതെ അടിമുടി വിറയ്ക്കും. വളരെ കാലമായി ഞാൻ കണ്ട സ്വപ്നം ഇന്ന് നിറവേറാൻ പോവാ. ഓക്കെ, ദാ മാഡം ബാഗ്. മാഡം, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഏതോ റോങ് ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നു. സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. കോൺസ്റ്റബിൾസ്, എന്റെ കൺമുന്നിൽ വെച്ചാണല്ലോ ആ സുനില് മേഘനയുടെ ബാഗിലേക്ക് ഡ്രഗ്സ് ഇട്ടത്. അതിനിടയ്ക്ക് എന്താ സംഭവിച്ചത്? ആ പാക്കറ്റ് എവിടെ പോയി കാണും? ഹലോ, ചേട്ടാ, എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അതെവിടെ പോയി എന്നൊക്കെ ആലോചിച്ച് തല പുകച്ചോണ്ട് നിൽക്കുകയാണെന്ന് മനസ്സിലായി. താൻ വല്ലാതെ പോയിക്കണ്ട. നീ മേഘനയുടെ ബാഗിലേക്ക് ഇട്ട ആ മനോഹരമായ ഡ്രഗ്സ് പാക്കറ്റ് ഇല്ലേ, എവിടെ പോയി എന്നറിയണോ നിനക്ക്? നീ എന്താ പറയുന്നത് ഇത്? മേഘനയുടെ ബാഗിൽ ഞാനെന്തിനും ഡ്രഗ്സ് പാക്കറ്റ് വെക്കണം? എടാ പ്രവീണേ, നീ ഒരു മഹാനടനാണെന്നും ഡ്രാമ കിങ് ആണെന്നും ഒക്കെ എനിക്ക് പണ്ടേ അറിയാവുന്ന കാര്യ. പിന്നെ എന്തിനാ ഈ കളിയൊക്കെ? എടാ, എന്റെ അടുത്ത് തന്നെ വേണോ ഇതൊക്കെ? കൊല്ലന്റെ ആലെ കൊണ്ടുവന്ന് തന്നെ ആണി വെക്കല്ലേ മോനെ. നിനക്ക് ആള് മാറിപ്പോയി. നമ്മുടെ ശത്രുക്കൾ എപ്പോഴും നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണെന്ന് ചിന്തിക്കുക. അത് നീ വിട്ട് കളഞ്ഞതുകൊണ്ടാ ഇങ്ങനത്തെ ചീപ്പ് വിദ്യകളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത്. നിന്റെ ഈ പുതിയ അവതാരത്തിന്റെ മിന്നൽ പ്രകടനം ഞാൻ ആ പോലീസിനെ അങ്ങ് അറിയിച്ചാലോ?
പിന്നെ എന്താ ഉണ്ടാവുമെന്ന് നിനക്കറിയാലോ. കുറെ കാലത്തേക്ക് പിന്നെ പുറം ലോകം കാണാൻ പറ്റില്ല മോനെ. ജയിലിന്റെ അകത്ത് നല്ല ഉണ്ടയും കഴിച്ച് കിടക്കാം. എന്താ പ്രവീണിന് കൊതിയുണ്ടോ? ഇപ്പൊ ഞാനൊന്ന് ഉറക്കെ വിളിച്ചാൽ മാത്രം മതി, അവരിങ്ങെത്തിക്കോളും. പക്ഷെ ഞങ്ങൾ കാരണം നിന്റെ ജീവിതം നശിച്ചു എന്ന് കരഞ്ഞുകൊണ്ട് നടക്കല്ലേ. ഏതായാലും ഒരു പ്രാവശ്യം അനുഭവിച്ചതല്ലേ, നോക്കട്ടെ ഇനിയെങ്കിലും നീ നന്നാവുമെന്ന്. അങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ നിന്റെ ജീവിതം രക്ഷപ്പെടും. ഇത് ഞാൻ നിനക്ക് തരുന്നൊരു അവസരമായിട്ട് എടുത്തു. തൽക്കാലം ഞാനിപ്പം നിന്നോട് ക്ഷമിക്കുക. അറിയാലോ, ഞാൻ ഒരു വട്ടം ഒന്ന് കണത്തിലേക്ക് ഇറങ്ങിയപ്പോ നിനക്ക് ഈ മംഗലാപുരത്തുനിന്ന് ടർക്കി വരെ ഓടേണ്ടി വന്നു. അതുകൊണ്ട് ഇനി ഒരു വട്ടം കൂടി എന്നെ കളത്തിലേക്ക് ഇറക്കിയ പിന്നെ നിനക്ക് ഈ ലോകത്തിന്റെ ഒരു കോണിലേക്കും ഓടേണ്ടി വരില്ല പ്രവീണെ. സൂക്ഷിച്ചാ നല്ലത്. മേഘനെ വാ. മിഥുനെ, എന്റെ പുസ്തകത്തിന്റെ അവസാനത്തെ പേജിൽ ശുഭമെന്ന് എഴുതിയെന്നായിരിക്കും നിന്റെ വിചാരം. ഞാനിവിടെ ഹരിശ്രീ കുറിച്ചിട്ടേ ഉള്ളൂടാ. ശരിക്കുമുള്ള ടെസ്റ്റുകൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. നീ കരുതിയിരുന്ന നിനക്ക് കൊള്ളാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. എന്താ നിന്റെ ഉദ്ദേശം അരുണിമേ? മറ്റന്നാള് തന്നെ കോടതി വിവാഹമോചനത്തിന്റെ വിധി പറയണം. അവരുടെ വിവാഹബന്ധം കഴിയുന്നതും വേഗം മറ്റുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മേഘനയും മിഥുനും ഒരുമിച്ച് കഴിഞ്ഞ അപകടം മിഥുന് മാത്രമല്ല, മേഘനയ്ക്കും ഉണ്ടാവും. മേഘനയെ ജീവനോടെ കാണാൻ ജയേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഈ വിവാഹമോചനത്തിന് ജയേട്ടൻ തടസ്സം നിൽക്കരുത്. ജയദേവാ, നീ എന്തെന്നാടാ ഇത്ര ഗഹനമായിട്ട് ആലോചിക്കുന്നേ? മിഥുന്റെയും മേഘനയുടെയും ഡിവോഴ്സിന്റെ കാര്യത്തിൽ അരുണിമ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുത്തത് ഒരിക്കലും ശരിയായില്ല. അതിന്റെ പേരിൽ ഇനി അവളോട് വാദിക്കാൻ നിന്നിട്ട് യാതൊരു പ്രയോജനമില്ലെന്നും എനിക്കറിയാം. അരുണിമയ്ക്ക് എപ്പോഴും താൻ പിടിച്ച മുയലിന് 3 ചെവിയാണെന്നുള്ള വാശിയാണല്ലോ. ഈ ഡിവോഴ്സോട് കൂടി മിഥുനെയും മേഘനയും സഹായിക്കുകയാണെന്നാണ് അവളുടെ വിചാരം. പക്ഷെ അവരുടെ ജീവിതം നശിപ്പിക്കുകയാണെന്നുള്ള കാര്യം എന്തുകൊണ്ടാ അവള് മനസ്സിലാക്കാത്തത്? ശരിയാടാ, എനിക്കും അത് തോന്നാതിരുന്നില്ല. പക്ഷെ എന്തേലും ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നുമില്ല. ആരതി എടുത്തോളൂ അച്ഛാ. എന്താ അച്ഛൻ ഒരുമാതിരിയായിട്ടിരിക്കണേ? ആരതി എടുത്തോളൂ അച്ഛാ. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നീ എന്നും പൂജ ചെയ്യും. പക്ഷേ ആ ദൈവം മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവരെ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ എന്തിനെ കുറിച്ചാ ഈ പറയുന്നേ? മറ്റൊന്നുമല്ല മോളെ, ആ ദൈവത്തിന്റെ ലീലകളെ കുറിച്ച് പറയായിരുന്നു. നല്ല ആളുകളെ ഇട്ട് പന്താടാനാണ് ദൈവത്തിന് ഏറെ ഇഷ്ടം. ചിലപ്പോ തോന്നും നല്ലവരോട് ദൈവത്തിന് യാതൊരു ദയയില്ലെന്ന്. അച്ഛൻ മറ്റെന്തോ മനസ്സിലിട്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്താണെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞില്ലെങ്കിലും സാരമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അച്ഛനോട് പറയാം, നടക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാ. അത് നമുക്കിപ്പൊ മനസ്സിലാവില്ല എന്നേ ഉള്ളൂ, ശരിയല്ലേ? എന്താ മേഘനെ, നേരം വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിന്റെ പേരിൽ വക്കാലത്തെടുത്ത് കഴിഞ്ഞായിരുന്നോ? അങ്ങനെയൊന്നുമില്ല മിഥുനേട്ടാ, ആരതി എടുത്തോളൂ. ഗുഡ് മോർണിംഗ് മോം. ഗുഡ് മോർണിംഗ് മിഥുൻ.
നിങ്ങളോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ മോം പ്രത്യേകിച്ച്? ഇതൊന്ന് നോക്കിക്കേ, നിനക്ക് എന്നെ മനസ്സിലാവും. എന്താ മിഥുനേട്ടാ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? പെട്ടെന്ന് മോം ഇങ്ങനെ? നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള തീരുമാനം. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം നന്നാവാനായിട്ട്. ഇനി നിങ്ങളെ രണ്ടുപേരെയും ഒരാപത്തും വേട്ടയാടാതിരിക്കാനുള്ള തീരുമാനം. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇതിന്റെ ആവശ്യം എന്താ? 3 മാസത്തെ സമയം കൂടി ബാക്കി കിടക്കായിരുന്നല്ലേ മോം? ഇനിയും 3 മാസം വൈകിയ ഏതൊക്കെ തല ഈ വീട്ടിൽ കാണൂന്നറിയില്ല. അതുകൊണ്ടാ നാളെ തന്നെ നിങ്ങളുടെ വിവാഹമോചനത്തിനുള്ള ഏർപ്പാട് ചെയ്തത്. എന്താ വല്യമ്മേ, എന്തൊക്കെ ഈ പറയുന്നേ? നാളെ തന്നെ ഏട്ടനും ഏട്ടത്തമ്മയ്ക്ക് ഡിവോഴ്സോ? അതെ വിവേക്, എന്നാലും ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് വല്യമ്മേ? നിങ്ങൾക്കെല്ലാം അറിയാലോ, മേഘനയുടെ ജാതകദോഷം ഓരോ ചുവടും മിഥുന്റെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മിഥുനെ രക്ഷിക്കാൻ മേഘന സ്വന്തം ജീവൻ പണയം വെക്കുന്നതും അവനെ രക്ഷപ്പെടുത്തുന്നതും പതിവായിരിക്കുക. ഇങ്ങനെ ഒരാൾ കാരണം മറ്റൊരാൾക്ക് അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി അവരൊരുമിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയല്ലേ. പക്ഷെ ഇത്രയും വൈകിച്ച് തന്നെ തെറ്റാ. അരുണിമേച്ചിയുടെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. ഇതാണ് രണ്ടുപേരുടെയും ജീവിതത്തിന് നല്ലത്. ഇതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല. രണ്ടുപേരും അവരവരുടേതായ വഴി ജീവിക്കട്ടെ. ഈ ഒരു തീരുമാനത്തോടു കൂടി ഇവിടെയുള്ള സകല പ്രശ്നങ്ങളും തീരാൻ പോവാ.
പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവാണെന്നോ? ഒരിക്കലുമില്ല പ്രിയമത ആന്റി. ഇത് എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കാനുള്ള പ്രയത്നം. ചാരു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ഇടപെടാതിരിക്കുന്നത് എങ്ങനെയൊന്നും കൂടെ പറ ആന്റി. അന്തസ്സോടെ ജീവിക്കുന്ന രണ്ടുപേരെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ഒരു തീരുമാനം എടുത്തിട്ട് അതവരുടെ നന്മയ്ക്കാണെന്ന് വെഡിത്തം വിളിച്ചു പറഞ്ഞാ അത് ഞാൻ എങ്ങനെ കേട്ട് മിണ്ടാതെ നിൽക്കും? പറഞ്ഞത് കേട്ടില്ലേ ചാരു? ഈ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും നിനക്കറിഞ്ഞൂടാ. ഈ ഇടയ്ക്കല്ലേ നിന്റെ ചേച്ചി ജീവനോട് മല്ലിട്ട് ആശുപത്രി കഴിഞ്ഞത്? അതെന്താ നീ മനഃപൂർവ്വം അങ്ങ് മറക്കുന്നത്? ആർക്കു വേണ്ടിയാ ചേച്ചി കിടന്നത്? സ്വന്തം ഭർത്താവിന് വേണ്ടി. സ്വന്തം ജീവിതം രക്ഷിച്ചെടുക്കാൻ വേണ്ടി. ഇത്രയും നല്ലൊരു മരുമകളെ കിട്ടിയതിന് നിങ്ങൾ എല്ലാവരും സന്തോഷിക്കാ വേണ്ടത്, സംരക്ഷിച്ചു കൂടെ ചേർത്ത് പിടിക്കാ വേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പോ അത് തന്നെ വലിയൊരു കാരണമായി കണ്ടുകൊണ്ട് എന്റെ ചേച്ചി ഇവിടുന്ന് ആട്ടി പുറത്താക്കാൻ ശ്രമിക്കുക. ഇത് എവിടുത്തെ ന്യായാണ് അരുണിമാൻറ്റി? നീ ചെറിയ കുട്ടിയെ ചാരു. ന്യായാന്യായങ്ങളെ കുറിച്ച് നിനക്കറിയില്ല. ഇവിടെ ആരും ആരോടും അന്യായം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തു ചെയ്താലും അതെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്ര. ആന്റിയുടെ ഈ തീരുമാനത്തിൽ എനിക്കൊരു നന്മയും കാണാൻ പറ്റുന്നില്ലല്ലോ. ചാരുമതി, മതി, നിർത്തിക്കോ. അരുണിമേച്ചി ചിന്തിക്കാതെ ഒരു തീരുമാനവും എടുക്കാറില്ല. എല്ലാവരുടെയും നന്മ മാത്രമാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്. ഇതിപ്പോ നിന്റെ ചേച്ചിയോടുള്ള വിദ്വേഷത്തിൽ അവളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണല്ലോ നീ പറയുന്നത്. പിന്നല്ലാതെ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ദുരുദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചാരു, നീ ഒന്നും മിണ്ടാതിരിക്കും മോളെ. മോമി ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ മിഥുൻ, നിനക്കത് ശരിയായി തോന്നുന്നില്ലേ? ഞാൻ ചെയ്തത് തെറ്റാണെന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചോദിച്ചാ അവൻ എന്ത് ഉത്തരവാണ് നിന്നോട് പറയേണ്ടത് അരുണിമേ? നിങ്ങൾ ഇടയ്ക്ക് ഏറി സംസാരിക്കരുത് പ്ലീസ്. എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നതാ. ഇനിയും വൈകിപ്പിച്ച എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും